300 ഗ്രാം ഡോഗ് ഫുഡ്, അതുപോലെ എഗ്ഗ് എന്ന് പറയുമ്പോൾ ഒരു 4 എഗ്ഗ് രാവിലെ ഞാൻ കൊടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അത് അവന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ ഇവന് കൊടുക്കുന്നത് ചിക്കൻ കീമയാണ്. ഇവിടെ നമുക്ക് കീമ അവൈലബിൾ ആണ്. ചിക്കൻ കീമയും റൈസ് കുറവ്, കീമ കൂടുതലും റൈസ് കുറവാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ തന്നെ അയൺ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൺഡേസുകളിലാണ് കൂടുതൽ ഞാൻ അവനെ കുളിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഈ ചൂടുള്ളതാണ്, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ലൈമറ്റ് തണവാണ്. പക്ഷെ നോർമലി ചൂട് കാര്യങ്ങൾ വരുമ്പോൾ ഞാനൊരു മോർണിംഗ്, അതൊരു 10 to 11 o'clock അതായത് ജസ്റ്റ് പുറത്തിറക്കി വെള്ളമൊക്കെ അടിച്ച് ഒന്ന് ലെവലാക്കി ഒന്ന് കൂളാക്കിയിട്ട് ഇടും. കാരണം ബേസിക്കലി ഇവർ ഈ കറുപ്പമാണ്, പിന്നെ അതിൽ അത്ര ചൂടും വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാരണം ഒന്ന് തണുപ്പിച്ച് അങ്ങനെ ഇടും. എല്ലാ ആഴ്ചയിലും ഒരു സൺഡേ നല്ല രീതിയിലൊരു ബാത്ത് കൊടുക്കാറുണ്ട് അവർക്ക്. പിന്നെ ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഒരു 14 ദിവസത്തിൽ ഒരിക്കൽ ഇവരെ ഗ്രൂമിങ്, അതായത് നമ്മളുടെ ഒരു വീട്ടിൽ വന്ന് ചെയ്യുന്നൊരു പയ്യനുണ്ട്, നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പോൾ ആ പയ്യൻ വന്ന് നെയിൽ കട്ടിങ്, അതുപോലെ ബാക്കി എല്ലാ ഹെയർ കാര്യങ്ങൾ, കോമ്പിങ് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാറ്. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ പുള്ളി അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട്, ഷോപ്പുണ്ട്, പെറ്റ് ഷോപ്പുണ്ട്, അവിടെയും കൊണ്ടുപോയിട്ട് ഞാൻ ഗ്രൂമിങ് കാര്യങ്ങൾ ചെയ്യാറ് പതിവ്. ഈ നെയിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ, കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, ഇത്രയും ലാർജ് ബ്രീഡാണല്ലോ.